കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP അരവിന്ദാക്ഷം വിഭാഗം ഇടതു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. CMP അരവിന്ദാക്ഷം വിഭാഗം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് CMPയുടെ ഒരു വിലയിരുത്തൽ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായിട്ട് ഇന്നിവിടെ വിളിച്ചു കൂടിയത്. കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് LDF 10 വർഷമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ വിശദീകരണം എല്ലാ മാധ്യമ പത്രങ്ങളിലൂടെയും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി, അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പനിയുടെ ഗുളിക വേണമെങ്കിൽ ഹോസ്പിറ്റലില്ല, അപ്പോൾ തന്നെ ഡോക്ടർ കുറിപ്പ് എഴുതി തരും, പുറമെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക മേടിച്ചോളാൻ പറഞ്ഞുകൊണ്ട്. അതൊക്കെ മാറി ഇന്നിപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ ഭയങ്കരമായ വികസനം നടന്ന് ഇന്നിപ്പോൾ ജനങ്ങളുടെ പരാതി ഗുളിക കിട്ടില്ല, മരുന്ന് കിട്ടില്ല എന്നല്ല, ഓപ്പറേഷനിൽ വിലപിടിപ്പുള്ള ഓപ്പറേഷൻ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്രമാത്രം ഹോസ്പിറ്റലുകൾ താലൂക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലൊക്കെ വികസിച്ചു. പരാതി അതിലേക്ക് എത്തി. ഒരു ഗുളിക കിട്ടാത്ത പരാതിയല്ല ഇപ്പോൾ ജനങ്ങൾക്കില്ല, ഇപ്പോൾ എല്ലാ ഗുളികളും ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഇപ്പോൾ ചില പാകപ്പിഴകൾ ഹോസ്പിറ്റലിൽ വരുന്നതിന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഓപ്പറേഷനും കാര്യങ്ങളിൽ നിന്ന് 1-2 വീഴ്ചകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് നിലവിലുള്ള മാധ്യമ ശൃംഖല, എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് തന്നെ ചെയ്യുന്ന മാധ്യമ ശൃംഖലകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുസ്തകം കിട്ടുമ്പോൾ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രി, ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത്, അന്ന് ഓണപ്പരീക്ഷ എത്തിയപ്പോൾ പോലും പുസ്തകങ്ങൾ വന്നില്ല. അബ്ദുറബിനോട് പത്രക്കാർ ചോദിച്ചു, എന്തേ പുസ്തകം വരാത്ത സ്കൂളിൽ നിന്ന് ചോദിച്ചപ്പോൾ ഈ തവണ ഓണം നേരത്തെ വന്നു, അതുകൊണ്ടാണ് പുസ്തകം വരാത്തതെന്നുള്ള മറുപടിയാണ് അന്ന് അബ്ദുറബ് കൊടുത്തത്. അതൊക്കെ മാറി ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ അടിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം വിദ്യാഭ്യാസ ഇതിലേക്ക് വന്നു. നമ്മൾ ഓരോ മേഖല, ഇപ്പോൾ റോഡുകൾ എടുത്ത് തന്നെ റോഡുകളുടെയൊക്കെ വികസനം പഴയ കാലത്തേക്കായി ഒരുപാട് വികസിച്ചു, ഇനിയും വികസിക്കാനുണ്ട്.